ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ അണ്ടർറൈറ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഇല്ലുസ്ട്രേഷൻ 6 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സാം ലിമിറ്റഡ് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻസ് ഫ്രം പബ്ലിക് ഫോർ 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each അറ്റ് എ പ്രീമിയം ഓഫ് ₹5 per ഷെയർ. സാം ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി പബ്ലിക്കേഷൻ നടത്തുവാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്? 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ്. അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? പാർ വാല്യൂ 10 രൂപയുള്ള ഷെയറാണ്, പക്ഷേ പ്രീമിയം 5 രൂപയും കൂടെ ചേർത്ത് ഇഷ്യൂ ചെയ്യുന്നത് 15 രൂപയ്ക്കാണ് എന്നുള്ള ഡീറ്റെയിൽ ആണ് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത്. ദ എൻറ്റയർ ഇഷ്യൂ വാസ് അണ്ടർറിട്ടൺ ബൈ ദ underwriters A, B, C and D to the extent of 30%, 20% and 20% respectively, with the provision of firm underwriting of 3,000, 2,000, 1,000 and 1,000 shares respectively. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സെൻറ്റൻസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു എൻറ്റർ ഇഷ്യൂ 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിന്. ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിനല്ല, 10 രൂപയ്ക്കല്ല, അതിൻ്റെ പ്രീമിയം 5 രൂപയുടെ ചേർത്ത് 15 രൂപയ്ക്കാണ്. ഈ എൻറ്റയർ പബ്ലിക് ഇഷ്യൂവിനെ അൺറൈറ്റ് ചെയ്തിരിക്കുന്നത് 4 അൺറൈറ്റേഴ്സിന് ആണ് അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്. 4 പേര് ആരൊക്കെയാണ്? A, B, C and D. അവരുടെ പ്രൊപ്പോർഷൻ ഏത് റേറ്റിലാണ് അവർക്ക് ഈ ഒരു ലയബിലിറ്റി ഷെയർ ചെയ്യുന്നതെന്നുള്ളതും റിസ്ക് ഷെയർ ചെയ്യുന്നതെന്നുള്ളതും പറയുന്നുണ്ട്. എക്ക് 30%, ബിക്കും 30%, സി ആൻഡ് ഡിക്ക് 20% വെച്ചാണ് അൺറൈറ്റേഴ്സിന് അൺറൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ടോട്ടൽ ഇഷ്യൂവിനെ അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ പറയുന്നു അവർക്ക് ഫേം അൺറൈറ്റിങ്ങും ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. എ, ബി, സി ആൻഡ് ഡിക്കുള്ള ഫേം അൺറൈറ്റിങ്ങിൻ്റെ നമ്പർ ഓഫ് ഷെയർസ് കൂടെ പറയുന്നു. എക്ക് 3,000, ബി 2,000, സി ആൻഡ് ഡിക്ക് 1,000 ഷെയർസ് വെച്ചാണ് ഫേം അൺറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്, ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കൂടാതെ അഡീഷണൽ ആയിട്ട് അവർ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എത്രയാണ്? ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ആണെന്നൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് പറയുന്ന കാര്യം കൂടെ നോക്കുക. ദ അൺറൈറ്റേഴ്സ് വർ എൻറ്റൈറ്റിൽഡ് ടു ദ മാക്സിമം കമ്മീഷൻ പെർമിറ്റഡ് ബൈ ലോ. എന്താ പറയുന്നത്? എന്താണോ ലോയിൽ പെർമിറ്റ് ചെയ്യുന്ന, ലോയിൽ അനുവദിക്കുന്ന മാക്സിമം അൺറൈറ്റിംഗ് കമ്മീഷൻ എത്രയാണോ അത് അൺറൈറ്റേഴ്സിന് കൊടുത്തേക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നോർമലി ഡയറക്റ്റായിട്ട് നമുക്ക് റേറ്റ് തന്നുകൊണ്ടിരുന്നതാണ്, എല്ലാ മിക്കവാറും ക്വസ്റ്റ്യനുകളിലെല്ലാം തരാറുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ അതെന്താണ്? നമുക്കൊരു തിയറി നോളജൂടെ അതിന് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറയുന്നത്? ലോയിൽ എന്താണോ മാക്സിമം ഒരു അൺറൈറ്റിംഗ് കമ്മീഷനായിട്ട് അൺറൈറ്ററിന് കൊടുക്കാൻ പെർമിറ്റ് ചെയ്തിരിക്കുന്നത് അതിവിടെ എടുക്കാൻ പറഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആസ് പെർ ലോയിലെ പെർമിഷൻ അനുസരിച്ച് മാക്സിമം ഒരു അൺറൈറ്ററിന് കൊടുക്കാൻ പറ്റുന്ന കമ്മീഷൻ 2.5% ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള തിയറി നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂയിലും കൂടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ കമ്പനി റിസീവ്ഡ് ആപ്ലിക്കേഷൻസ് ഫോർ 70,000 ഷെയർസ് ഫ്രം പബ്ലിക്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ടോട്ടൽ ഇഷ്യൂ ചെയ്ത 1 lakh ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എത്ര കിട്ടി? 70,000 ഷെയർസിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടി. അപ്പോൾ ബാക്കി ആകെ കൂടെ അൺറൈറ്റേഴ്സ് എല്ലാം കൂടെ എത്ര ഷെയർ ചെയ്താൽ മതി? ഈ ബാക്കി വരുന്ന 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടത്തിയത്. 1 lakh ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. അതിൽ പബ്ലിക് തന്നെ എന്ത് ചെയ്തു? 70,000 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തു. ബാക്കി വരുന്ന 30,000 ഷെയർ എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ വീതിച്ചെടുക്കണം. ആരൊക്കെയാണ്? എ, ബി, സി, ഡി എന്ന് പറയുന്ന എല്ലാ അൺറൈറ്റേഴ്സും കൂടെ ഷെയർ ചെയ്യേണ്ട മൊത്തം നമ്പർ ഓഫ് ഷെയർസിൻ്റെ ലയബിലിറ്റി എത്രയാണ്? 30,000. ഇനി അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് താഴോട്ട് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പനിക്ക് 70,000 ഷെയർസിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടി, ആപ്ലിക്കേഷൻ കിട്ടി. ഔട്ട് ഓഫ് വിച്ച് അതിൽ 19,000, 10,000, 21,000, 8,000 ഷെയർസ് വർ മാർക്ഡ് ഇൻ ഫേവർ ഓഫ് എ, ബി, സി ആൻഡ് ഡി റെസ്പെക്റ്റീവ്ലി. അതിൽ മാർക്ഡ് ഫോംസ് കൂടെ ചേർത്താണ് 70,000 പറഞ്ഞിരിക്കുന്നത്. എയുടെ മാർക്ഡ് ഫോംസ് എത്രയാണ്? 19,000 ഉണ്ട്. ബിക്ക് 10,000 മാർക്ഡ് ഫോംസ് കിട്ടി. സിക്കും ഡിക്കും 21,000, 8,000 ഷെയർസും വെച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാൽ മാർക്ഡ് ഫോംസ് എന്നറിയാമല്ലോ, ഓരോ അൺറൈറ്ററിൻ്റെയും പേരിൽ കമ്പനിയിലേക്ക് വന്ന ആപ്ലിക്കേഷൻ എത്രയാണെന്നാണ് പറയുന്നത്. അതായത് ഈ മാർക്ഡ് ഫോംസ് എല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞ ഈ 4 നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 58,000 എന്ന് കിട്ടും. അതായത് ടോട്ടൽ മാർക്ഡ് ആപ്ലിക്കേഷൻ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഓരോ അണ്ടർറൈറ്റേഴ്സിൻ്റെയും പേരിൽ കമ്പനിയിലേക്ക് വന്ന ടോട്ടൽ ആപ്ലിക്കേഷൻ്റെ എണ്ണം എത്രയാണ്? മാർക്ഡ് ഫോംസിൻ്റെ ടോട്ടൽ എത്രയാണ്? 58,000 ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ടോട്ടൽ കമ്പനിക്ക് ആപ്ലിക്കേഷൻ കിട്ടിയത് 70,000. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ടോട്ടൽ കിട്ടിയ ആപ്ലിക്കേഷൻ 70,000 ആണ്. ആ 70,000 തന്നെ മാർക്ഡ് ആപ്ലിക്കേഷനായിട്ട്, അതായത് ഓരോ അണ്ടർറൈറ്ററിൻ്റെയും പേരിൽ കമ്പനിയിലേക്ക് വന്നതിൻ്റെ എണ്ണം എത്രയാണ്? 58,000 ആണ്. എങ്ങനെയെങ്കിൽ ബാക്കി വരുന്ന നമ്പർ എത്രയാണ്? 70,000 - 58,000 വരുമ്പോൾ ബാക്കി വരുന്ന ഈ 12,000
12,000 ഷെയർസാണ് എന്തെന്ന് പറയുന്നത് അൺമാർക്ഡ് ആപ്ലിക്കേഷനായിട്ട് കമ്പനിയിലേക്ക് വന്നത്. കമ്പനിക്ക് ഡയറക്റ്റായിട്ട് പ്രത്യേകിച്ച് ആരുടെയും പേരിലൊന്നും അല്ലാതെ അൺറൈറ്ററിൻ്റെ ഒന്നും പേരില്ലാതെ സ്റ്റാമ്പില്ലാതെ വന്നത് 12,000 ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇതാണ് സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യം അല്ലേ. ഇനി താഴെ നമുക്ക് ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണ്, നമ്മൾ ലയബിലിറ്റി 2 കേസിലായിട്ട് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ ലയബിലിറ്റി ഓഫ് ഈച്ച് വൺ ഓഫ് ദ underwriters treating FAME underwriting shares on par with the marked application and FAME underwriting shares on par with the unmarked application. അതായത് നമ്മളിവിടെ ഓരോ അൺറൈറ്ററിൻ്റെ ലയബിലിറ്റി കാണാനാണ് പറയുന്നത്. എങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഫേം അൺറൈറ്റിംഗ് ഷെയർസിനെ മാർഡ് ആപ്ലിക്കേഷൻ്റെ തന്നെ പാർട്ടായിട്ട് എന്താണ് അതിൻ്റെ ഈക്വലായിട്ട് കരുതിക്കൊണ്ട് ഓൺ പാർ വിത്ത് മാർഡ് ആപ്ലിക്കേഷനായിട്ട് കരുതി ചെയ്യുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നൊരു കേസാണ്. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഗ്രോസ് ലയബിലിറ്റി എന്ന് പറയുന്നത് മൊത്തം ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ എണ്ണം എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ എണ്ണം എത്രയാണ് 1,00,000 ഇക്വിറ്റി ഷെയർസാണ്. ഈ 1,00,000 ഇക്വിറ്റി ഷെയർസിൽ എന്ത് ചെയ്യുന്നു, മാർഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തു, 70,000 ഷെയർസും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു. ആ 70,000 മാർഡ് ഫോമായിട്ട് ഓരോരുത്തരുടെയും പേരിൽ ABCD എന്ന് പറയുന്ന 4 അൺറൈറ്ററിൻ്റെയും പേരിൽ എത്ര മാർഡ് ഫോംസ് കിട്ടി, 58,000 കിട്ടി. ഈ 58,000 മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താ, അൺമാർഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ അൺമാർഡ് ആപ്ലിക്കേഷൻ എത്ര വരുന്നുണ്ട് ഇവിടെ, 12,000. അങ്ങനെ തന്നെ ചെയ്ത് 12,000 ഷെയർസിൻ്റെ അൺമാർഡ് ആപ്ലിക്കേഷൻ വരുന്നതായിട്ടും അൺമാർഡ് ആപ്ലിക്കേഷൻ അവർക്ക് വീതിച്ചു കൊടുക്കുന്നു. ഫേം അൺറൈറ്റിംഗ് നോർമലി എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്ന കേസാണ് ഫസ്റ്റ്. ഫേം അൺറൈറ്റിംഗ് ഷെയർസ് ഓൺ പാർ വിത്ത് മാർഡ് ആപ്ലിക്കേഷൻ നോർമൽ കേസ് നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യാനാണ് ഇവിടെയും പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേം അൺറൈറ്റിംഗ് ഷെയർസ് ഓൺ പാർ വിത്ത് അൺമാർഡ് ആപ്ലിക്കേഷൻ. അതായത് ഈ ഫേം അൺറൈറ്റിങ്ങിനെ ഏതിൻ്റെ കൂടെ ചേർക്കണം. നമ്മളിപ്പം പറഞ്ഞ അൺമാർഡ് ആപ്ലിക്കേഷൻ എത്ര വന്നായിരുന്നു, 12,000 ആണ് ഫസ്റ്റ് കേസിൽ. അപ്പോൾ അൺമാർഡ് ആപ്ലിക്കേഷൻ എത്ര വരുമെന്ന് ഓർക്കുക, 12,000. ഇനി സെക്കൻഡ് കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫേം അൺറൈറ്റിങ്ങും കൂടെ എന്ത് ചെയ്യണം, ഈ അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ കൂടെ ചേർക്കണം. 12,000 പ്ലസ് ഈ ഫേം അൺറൈറ്റിംഗ് എത്ര വരും, ഇവിടെ പറയുന്നുണ്ട് ഫേം അൺറൈറ്റിംഗ് 3,000, 2,000, 1,000 ആൻഡ് 1,000 എന്ന്. അപ്പം 3 + 2 + 1 + 1 എത്ര വന്നു, ടോട്ടൽ 7,000 ആണ് നമ്മുടെ ഫേം അൺറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഫേം അൺറൈറ്റിംഗ് 7,000 കൂടെ എന്തിൻ്റെ കൂടെ, അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 19,000 ആണ് നമ്മുടെ അൺമാർഡ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് ഫേം അൺറൈറ്റിംഗ് എന്നുള്ള രീതിയിൽ എടുത്ത് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് സെക്കൻഡ് കേസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അൺമാർഡ് ആപ്ലിക്കേഷനായിട്ട് 12,000 സെപ്പറേറ്റ് എഴുതുക, 7,000 ഫേം അൺറൈറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ നോർമലി നമ്മൾ ചെയ്യുന്ന കേസാണ് ഫസ്റ്റ് കേസ്. എന്നാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് അൺമാർഡ് ആപ്ലിക്കേഷനായിട്ട് ഈ 19,000 എടുത്ത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു കേസാണ്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 7,000 ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അങ്ങനെ ചെയ്യുന്നൊരു കേസാണ് രണ്ടാമത്തെ കേസ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചെയ്യാൻ പറയുന്നുണ്ട്. ഓൾസോ അസർട്ടൈൻ ദ അൺറൈറ്റിംഗ് കമ്മീഷൻ പേബിൾ ടു ഡിഫറെൻറ്റ് അണ്ടർറൈറ്റേഴ്സ്. ഓരോ അണ്ടർറൈറ്റേഴ്സിനും കൊടുക്കുന്ന അൺറൈറ്റിംഗ് കമ്മീഷനോട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ തന്നെ സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ ഓരോരുത്തരുടെയും കമ്മിറ്റ്മെൻറ്റ് എത്രയാണ്, 1,00,000 ഇക്വിറ്റി ഷെയർസ് ആണ് ടോട്ടൽ ഉള്ളത്. അവർക്ക് എങ്ങനെയാണ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്, 30%, 30%, 20%, 20% അല്ലേ. അപ്പോൾ ഓരോ അൺറൈറ്ററും എത്ര ഷെയർസ് വെച്ച് ഏറ്റെടുക്കേണ്ടി വരും. ഇത് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യം തന്നെ ആ ഒരു സെൻറ്റൻസ് കിടക്കും. 1,00,000 എന്ന് പറയുന്നതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തു, 30,000 ഷെയർസ് എക്ക്, ബിക്കും 30,000, സിക്ക് 20,000, ഡിക്ക് 20,000. ആ ജസ്റ്റ് ടോട്ടൽ 1,00,000 ആ ഒരു റേഷ്യോ അനുസരിച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് നമ്പർ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. 1,00,000 ആയതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. 30,000 ഷെയർ വെച്ച് എക്കും ബിക്കും, 20,000 ഷെയർ വെച്ച് സിക്കും ഡിക്കും അല്ലേ. അവിടെ റേഷ്യോ അങ്ങനെയാണ് 3:3:2:2 എന്നാലേ 30%, 30%, 20%, 20% എന്നുള്ള റേഷ്യോ കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു നമ്പർ ഓഫ് ഷെയർസാണ് അവർ എന്ത് ചെയ്യേണ്ടത്, മാക്സിമം അവരുടെ ഗ്രോസ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. എങ്കിൽ എയുടെ കേസിൽ എത്ര, എയുടെയും ബിയുടെയും കേസിൽ ഒരുപോലെ വരും. കാരണം അത് 30,000 ആണ്. അപ്പോൾ 30,000 ഷെയർസാണ് അവർ എന്ത് ചെയ്യേണ്ടി വരുന്നത്, അവരുടെ ഗ്രോസ് ലയബിലിറ്റി ആയിട്ട് അവർ എഗ്രി ചെയ്തിരിക്കുന്നത്. അതിന് ഇഷ്യൂ പ്രൈസാണ്, ഇഷ്യൂ പ്രൈസിനാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കമ്മീഷൻ കാണേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം. 10 രൂപ ഇഷ്യൂ പ്രൈസാണോ, 10 രൂപ പാർ വാല്യൂ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, 5 രൂപ പ്രീമിയം കൂടെ ചേർത്താണ് എന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കി. 10 ഇൻറ്റു ചെയ്യുന്നതിന് പകരം ഇവിടെ 15 എടുക്കേണ്ടത് എന്നുള്ളൊരു പോയിൻ്റാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് തെറ്റിപ്പോകാൻ ചെറിയൊരു ചാൻസ് ഉള്ളത്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എന്നുള്ളത് എപ്പോഴും മനസ്സിലിരിക്കുക. ഇഷ്യൂ ചെയ്യുന്നത് ഏത് വാല്യൂനാണോ ആ വാല്യൂവിന് തന്നെ, പ്രീമിയത്തിനാണെങ്കിൽ പ്രീമിയം എമൗണ്ട് തന്നെ എടുക്കുക. റേറ്റ് ഓഫ് കമ്മീഷനും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ലോയിൽ പെർമിറ്റ് ചെയ്യുന്ന മാക്സിമം കമ്മീഷൻ എത്രയാണ്, 2.5% ആയതുകൊണ്ട് എയുടെയും ബിയുടെയും കേസിൽ എ ആൻഡ് ബിക്ക് ഒരേപോലെ വരും. കാരണം അവരുടെ രണ്ടുപേരുടെയും പെർസെൻറ്റേജ് അവർ ഹോൾഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് സെയിം ആണ്. അപ്പോൾ 30,000 ഷെയർസിന് 15 രൂപ വെച്ച്
2.5% കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11,250 എന്ന് ആൻസർ കിട്ടും. 11,250 ആണ് കമ്മീഷനായിട്ട് ആർക്ക് കൊടുക്കേണ്ടത്? എയ്ക്കും ബിക്കും കൊടുക്കേണ്ടത്. ഇനി ഇവിടെ അടുത്ത കേസിൽ എങ്ങനെ വരും? ഈ 30,000ൻ്റെ സ്ഥാനത്ത് എന്ത് വരുമെന്ന് മാത്രമേ ഉള്ളൂ? 20,000. അപ്പോൾ അതെന്താകും? സിയുടെയും ഡിയുടെയും കേസാകും. അപ്പോൾ സിയുടെയും ഡിയുടെയും കേസിൽ 30,000 എന്നുള്ളിടത്ത് എന്തായി? 30,000 മാറി 20,000 ആയാൽ ബാക്കി എമൗണ്ടിൽ ആ ഒരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. 7,500 എന്ന് ആൻസർ കിട്ടും. 7,500 റുപ്പീസാണ് ആർക്ക് കൊടുക്കേണ്ടത്? എയ്ക്കും ബിക്കും അല്ല, ബാക്കി ആർക്കാണ്? സിക്കും ഡിക്കും കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഇവിടെ ക്ലിയർ ആകും. അത്രയേ ഉള്ളൂ. നമുക്ക് ആകെ കൂടെ ആ ഒരു പല അണ്ടർറൈറ്റേഴ്സിൻ്റെ കമ്മീഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം. അതിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ താഴെ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ പറയുന്നുണ്ട്. എ ആൻഡ് ബിക്ക് 30,000 × 15 × 2.5% കാൽക്കുലേറ്റ് ചെയ്യുന്നു. സി ആൻഡ് ഡിക്ക് 30,000 ഷെയർസ് അല്ല, പകരം ഒരു ടേക്ക് ഓവർ ചെയ്യുന്നത് 20,000 വെച്ചാണ്. ഇൻറ്റു ഇഷ്യൂ പ്രൈസ് 15 ആണ്, റേറ്റ് 2.5 ആണ്. 7,500 എന്ന് ആൻസർ കിട്ടും. അതുകൊണ്ട് അത് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എ എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് തന്നെ കിടക്കാം. കാൽക്കുലേറ്റ് ദ ലയബിലിറ്റി ഓഫ് ഈച്ച് വൺ ഓഫ് ദ അൺറൈറ്റേഴ്സ് ട്രീറ്റിംഗ് ഫേം അൺറൈറ്റിംഗ് ഷെയർസ് ഓൺ പാർ വിത്ത് മാഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? എ ബി സി ഡിക്ക് സെപ്പറേറ്റ് ആയിട്ട് എമൗണ്ട് കോളം കൊടുക്കുക. ടോട്ടൽ എന്നുള്ള ഒരു കോളം കൂടെ കൊടുക്കാനായിട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടും. അത് ഇതുപോലെ ആദ്യമോ അല്ലെങ്കിൽ 4 അൺറൈറ്ററിൻ്റെ കൊടുത്തതിന് ശേഷം ലാസ്റ്റിലോ കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഗ്രോസ് ലയബിലിറ്റി, ഈ ഒരു ക്വസ്റ്റ്യനിലെ ഗ്രോസ് ലയബിലിറ്റി ടോട്ടൽ എത്രയാണ്? 1 lakh റുപ്പീസിൻ്റെ ഇഷ്യൂ ആണ് നടത്തുന്നത്. 1 lakh റുപ്പീസ് അല്ല, 1 lakh നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഓരോരുത്തരുടെയും കേസിൽ എത്ര വരും? 30%, 30%, 20%, 20% വെച്ചുള്ള നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് എന്താണ് ലെസ് ചെയ്യുന്നത്? അൺമാർഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഫസ്റ്റ് ലെസ് ചെയ്യുന്നത്. അൺമാർഡ് ആപ്ലിക്കേഷൻ എങ്ങനെ കിട്ടി? അൺമാർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്മുടെ ആപ്ലിക്കേഷൻ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തത് എത്രയാണ്? 70,000. അതിൽ ഓരോരുത്തരുടെയും അണ്ടർറൈറ്ററിൻ്റെയും പേരിൽ വന്ന എ ബി സി ഡിയുടെ പേരിൽ വന്നത് എത്രയാണ്? 58,000 ഷെയർസിനാണ് മാർഡ് ഫോംസ്. 58,000 ഷെയർസിനാണ് മാർഡ് ഫോംസ് വന്നത്. എങ്കിൽ ബാക്കി വരുന്ന 12,000 ഷെയർസാണ് എന്തെന്ന് പറയുന്നത്? അൺമാർഡ് ഫോംസ്. ഈ അൺമാർഡ് ഫോംസ് ആയിട്ട് 12,000 എടുത്ത് ചെയ്യുന്ന കേസാണ് ഫസ്റ്റ് കേസ്. അത്രയേ ഉള്ളൂ അതിനകത്ത് ആകെ കൂടെ ശ്രദ്ധിക്കാനുള്ളത്. ആ 12,000നെ ബാക്കി എങ്ങനെ ഡിവൈഡ് ചെയ്യണം? നമ്മുടെ ഈ മുകളിലത്തെ അതേ സെയിം റേഷ്യോയിൽ. എങ്ങനെയാണ് നമ്മുടെ മുകളിലത്തെ റേഷ്യോ? 3:2 എന്നുള്ളതാണ് റേഷ്യോ. അല്ലെ 30:20 എന്ന് പറയുന്ന അതേ റേഷ്യോയിൽ തന്നെ എന്ത് ചെയ്യുക? അൺമാർഡ് ആപ്ലിക്കേഷനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12,000 × 3/10 ചെയ്യുക. 3,600 കിട്ടും. എയ്ക്കും ബിക്കും അതേപോലെ കിട്ടും. സിക്കും ഡിക്കോ 12,000 × 2/10 ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് 2,400 എന്നും കിട്ടും. അപ്പോൾ ബാക്കി ബാലൻസ് എമൗണ്ട് കണ്ടുപിടിക്കുന്നു. ആ റേഷ്യോ അവിടെ കിടന്നോട്ടെ. അതേ രീതിയിൽ തന്നെയാണ് ബാക്കി താഴോട്ട് അൺമാർഡ് ആപ്ലിക്കേഷന് നമ്മൾ ഡിവൈഡ് ചെയ്ത റേഷ്യോ ആണ് ഇപ്പം എഴുതിയിട്ടത്. അത് ഗ്രോസ് ലയബിലിറ്റിയുടെ തന്നെ റേഷ്യോ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് മാർഡ് ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ 58,000 വരുന്നത് എങ്ങനെയാണ്? 19,000, 10,000, 21,000, 8,000 തന്നിട്ടുണ്ട്. അത് ലെസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് നമ്പർ കിട്ടും. അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? ഫേം ആൻഡ് റൈറ്റിംഗ് നമ്മൾ കുറയ്ക്കും. ലാസ്റ്റ് മാത്രം സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് പോയിന്റിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാൻ വേണ്ടി 7,000 ഫേം ആൻഡ് റൈറ്റിംഗ് ഓരോരുത്തരുടെയും പേരിലുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ലെസ് ചെയ്യുന്നു. ബാലൻസ് കിട്ടുന്നു. ബാലൻസ് കിട്ടുമ്പോൾ അവിടെ ഒരു മൈനസ് ഫിഗർ വരുന്നത് ശ്രദ്ധിക്കുക. സിയുടെ കേസിൽ അവിടെ ഒരു സർപ്ലസ് ആണ് വരുന്നതെന്നാണ് അർത്ഥം, അല്ലേ? സിയുടെ കേസ് നോക്കുമ്പോൾ നമുക്കിനി എന്താ പറയാനായിട്ട് പറ്റും? ഈ ഒരു 4,400 എന്ന് പറയുന്നത് സർപ്ലസ് ആണ്, എക്സസ് ആയിട്ടാണ് സി ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് ആരിലേക്ക് ഷെയർ ചെയ്യുക? ഈ ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ സിയുടെ കേസ് മാറ്റിയിട്ട് ആ സിയുടെ ബെനിഫിറ്റ് ആരിലേക്ക് ഷെയർ ചെയ്യാം? എയ്ക്കും ബിക്കും ഡിക്കും കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റേഷ്യോ ഓൾറെഡി പറഞ്ഞല്ലോ, റേഷ്യോ 3:2 ആണ്. ഇത് 2:2 ആണ്. ഇതിൽ ആരുടെ കാര്യമാണ് പോയത്? സിക്കാണ് സർപ്ലസ് വന്നത്. സിയുടെ സർപ്ലസ് 4,400. അപ്പോൾ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും? ബാക്കിയുള്ളവർക്ക് അവരുടെ റേഷ്യോ ഇല്ല. അപ്പോൾ ആ റേഷ്യോ എത്രയായി? 3:2 എന്നുള്ള റേഷ്യോയിൽ ഈ 4,400നെ ഷെയർ ചെയ്യുക. അപ്പോൾ 4,400 × 3/8 എന്ന് പറയുന്നത് ആർക്ക് പോകും? എയ്ക്ക് പോകും. അടുത്ത 3 എന്ന് പറയുന്ന പോർഷൻ, അടുത്ത 3/8 ആർക്ക് പോകും? ബി എന്ന് പറയുന്ന ആൾക്ക് പോകും. സിയുടെ അടുത്ത പോർഷൻ ആർക്ക് ഷെയർ ചെയ്യുക? ഡിക്ക് 2/8 എന്നുള്ള പോർഷനും ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ 4,400നെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? 1,650 എന്ന് എയ്ക്കും ബിക്കും ഷെയർ ചെയ്ത് ലാസ്റ്റ് എത്രയായിട്ട്? 1,100 ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു സർപ്ലസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ലൈബിലിറ്റി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ട് ലൈബിലിറ്റി വരുന്ന എല്ലാവർക്കും ഈ സർപ്ലസ് ഏതെങ്കിലും ഒരു അണ്ടർറൈറ്ററിൻ്റെ സർപ്ലസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈബിലിറ്റി കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവരുടെ ലൈബിലിറ്റി എത്രയായിട്ട് മാറുന്നു? ഇവിടെ
ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് 23,000 ആണ് ടോട്ടൽ ഷെയർസ് ആര് ഏറ്റെടുക്കേണ്ടി വരുന്നത്, എയും ബിയും ഡിയും കൂടെ മൊത്തത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്നത്. സിയുടെ ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് സിയുടെ കേസിൽ എന്തായി, അത് 0 ആയി, നില്ലായി. ഇനി അതിൻ്റെ കൂടെ ഈ ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഫേം അൺറൈറ്റിംഗ് കൂടാതെയുള്ള ലയബിലിറ്റിയാണിത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്തും കൂടെ ചെയ്യും, തിരിച്ച് ആ ഫേം അൺറൈറ്റിംഗ് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കും. 7,000ൻ്റെ ഫേം അൺറൈറ്റിംഗ് ഉണ്ട്, 3,000, 2,000, 1,000 ആൻഡ് 1,000 എന്നുള്ളത് തിരിച്ച് ആഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ലയബിലിറ്റിന്നോ നെറ്റ് ലയബിലിറ്റിന്നോ പറയുന്ന ലയബിലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നോർമൽ, നമ്മളൊരു സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നോർമലി അൺറൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി കാണുന്ന പ്രീവിയസ് ഇല്ലുസ്ട്രേഷനിലെല്ലാം വർക്കൗട്ട് ചെയ്ത അതേ കാര്യമാണ് ഇവിടെ ചെയ്തത്. ഒന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്തില്ല. കാര്യം എന്താണ്, ടോട്ടൽ എത്ര ആപ്ലിക്കേഷൻ കിട്ടി, 70,000, മാർഡ് ഫോംസ് എത്ര കിട്ടി, 58,000. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഇതിൽ നിന്ന് 70,000ൽ നിന്ന് 58,000 കുറച്ച് ബാക്കിയുള്ളത് അൺമാർഡ് ആപ്ലിക്കേഷനാണ്. അത് ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. മാർഡ് ആപ്ലിക്കേഷൻ കുറച്ചു, ഫേം അൺറൈറ്റിംഗ് കുറച്ചു, ഏറ്റവും ലാസ്റ്റ് ഫേം അൺറൈറ്റിംഗ് തിരിച്ച് ആഡ് ചെയ്തു. അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ കേസിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടുത്തെ കേസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ കൂടെ തിരിച്ച് എന്ത് ചെയ്തേക്കണം, ഈ ഫേം അൺറൈറ്റിംഗും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയണം. അൺമാർഡ് ആപ്ലിക്കേഷൻ നമുക്ക് തൊട്ട് മുകളിൽ എത്രയാണ് കിട്ടിയത്, 12,000. അപ്പോൾ ഈ ഒരു കേസിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 12,000ൻ്റെ കൂടെ നമ്മുടെ ഫേം അൺറൈറ്റിംഗ് മൊത്തം എത്ര വരുന്നുണ്ടോ അതങ്ങ് ആഡ് ചെയ്യുക. ഫേം അൺറൈറ്റിംഗ് 7,000 ആണല്ലോ വരിക. അങ്ങനെയെങ്കിൽ 19,000 ഷെയർസാണ് ഫേം അൺറൈറ്റിംഗ് ഉൾപ്പെടെയുള്ള അൺമാർഡ് ആപ്ലിക്കേഷനായിട്ട് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഈ 19,000 ആണ് നമുക്കിവിടെ എഴുതേണ്ടത്, അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ ടോട്ടലായിട്ട് ഇവിടെ എടുത്തെഴുതേണ്ടത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഗ്രോസ് ലയബിലിറ്റി പഴയ അതേ രീതിയിൽ തന്നെ വരും. 1 lakh ഷെയർസിൽ 30%, 30%, 20%, 20% എന്നുള്ള രീതിയിൽ ABCDക്ക് ഷെയർ ചെയ്യുന്നു. ഈ അൺമാർഡ് ആപ്ലിക്കേഷനിൽ മാത്രമാണ് വ്യത്യാസം. അൺമാർഡ് ആപ്ലിക്കേഷനിൽ ഓൾറെഡി പറഞ്ഞതുപോലെ മുകളിൽ 12,000 ആണെങ്കിൽ ഇവിടെ എത്രയായി, അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ കൂടെ എന്തും കൂടെ ചേർക്കുക, ഫേം അൺറൈറ്റിംഗ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഫേം അൺറൈറ്റിംഗ് ഷെയർസ് ഓൺ പാർ വിത്ത് അൺമാർഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ ഏത് ചേർത്തു, ഫേം അൺറൈറ്റിംഗും കൂടെ ചേർക്കുക. അപ്പോൾ ഈ 12,000ൻ്റെ കൂടെ ഫേം അൺറൈറ്റിംഗും കൂടെ ചേർത്താൽ ടോട്ടൽ എത്രയായി, 19,000 ആയി. അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ഫേം അൺറൈറ്റിംഗ് ലെസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിൽക്കേണ്ട. അൺമാർഡ് ആപ്ലിക്കേഷൻ 19,000നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഏത് റേഷ്യോയിൽ, 3:3:2:2, അല്ലെ 30%, 30%, 20%, 20% എന്നുള്ള റേഷ്യോയിൽ ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഏതിനെ, 19,000നെ. 19,000ൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്, ഈ ഫേം അൺറൈറ്റിംഗ് 7,000 ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഇനിയും ഫേം അൺറൈറ്റിംഗ് എന്ത് ചെയ്യേണ്ട, ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻറ്റ് വരെ കണ്ടുപിടിക്കുന്നതിൽ ഫേം അൺറൈറ്റിംഗ് മൈനസ് ചെയ്യാൻ എടുക്കണ്ട. പകരം നമുക്ക് ബാലൻസ് എമൗണ്ട് കിട്ടി. പിന്നെ എന്ത് ചെയ്തു, മാർഡ് ആപ്ലിക്കേഷൻ നേരത്തെ ഉള്ളതുപോലെ തന്നെ 58,000ൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻ അത് സെയിം തന്നെയാണ്. മുകളിലത്തേതുപോലെ തന്നെ ഇവിടെ മാർഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കുക. ബാലൻസ് എത്ര കിട്ടുമെന്ന് നോക്കുക. ബാലൻസ് കിട്ടുമ്പോൾ ഇവിടെ ഒരു സർപ്ലസ്, സിയുടെ കേസിൽ ഒരു സർപ്ലസ് വരും. അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഷെയർസിൽ വ്യത്യാസം വരും. എത്രയാണ് ഇവിടെ, 4,800 ആണ്. അത് ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, എയ്ക്കും ബിക്കും ഡിക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എയ്ക്കും ബിക്കും ഡിക്കും കൂടെ ആണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എയ്ക്കും ബിക്കും ഡിക്കും കൂടെ ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 3:3:2 എന്നുള്ള റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3/8 എന്നുള്ളത് ആർക്ക് കിട്ടും, എയ്ക്ക്, ബിക്കും അതേപോലെ 3/8, ഡിക്ക് 2/8 എന്നുള്ള രീതിയിൽ ഏത് എമൗണ്ടിനെ, 4,800 എന്നുള്ള എമൗണ്ട് അല്ല, 4,800 എന്നുള്ള നമ്പർ ഓഫ് ഷെയർസിൻ്റെ ലയബിലിറ്റിയെ ആ ഒരു സിയുടെ സർപ്ലസിനെ ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് അൺറൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്ഫുള്ളാവും. ആ ഒരു രീതിയിൽ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എത്ര വരും, എയ്ക്കും ബിക്കും ഡിക്ക് എത്ര വെച്ച് വരും, 1,800 വെച്ച് എ ആൻഡ് ബിക്ക് വരും, ഡിക്ക് 1,200 അവരുടെ ലയബിലിറ്റി അത്രയും കുറയും. അപ്പോൾ അവിടെ ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് അവരുടെ അൺറൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി എത്രയായിട്ട് വരും, അത് ടോട്ടൽ 23,000 വരും. സെപ്പറേറ്റ് വ്യത്യാസം കാണും. ആ ഒരു ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് എ 3,500 ഷെയർസ് ഏറ്റെടുക്കേണ്ടി വരും, ബിയോ 12,500 ഷെയർസ് ഏറ്റെടുക്കേണ്ടി വരും. സിക്ക് ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഒന്നും തന്നെ ഇല്ല, നില്ലാണ്. ഡിയുടെ കേസിൽ 7,000 ഷെയർസ് ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ അതുകൊണ്ട് അവരുടെ ലയബിലിറ്റി തീർന്നോ, ഇല്ല. പകരം തിരിച്ച് നോർമലി എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ ഫേം അൺറൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ആ ലാസ്റ്റ് സ്റ്റെപ്പിൽ തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ ഫേം അൺറൈറ്റിംഗും കൂടെ ചേർത്ത് മൊത്തത്തിൽ 30,000 ഷെയർസ് എയും ബിയും സിയും ഡിയും കൂടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ സിയുടെ കേസിൽ മാത്രം അദ്ദേഹത്തിന് ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഫേം അൺറൈറ്റിങ്ങിൻ്റെ 1000 ഷെയർസ് മാത്രം ഏറ്റെടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ബേസിക്കിലുമുണ്ട്, അല്ലാതെ എന്താണ് ഫേം അൺറൈറ്റിങ്ങിൻ്റെയും കൂടെ അഡീഷണലായിട്ട് ചേർത്തുള്ള നമ്പർ ഓഫ് ഷെയർസ് ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പം തുടങ്ങിയൊരു കാര്യം എന്താ, ടോട്ടൽ എത്രയാണ് ആപ്ലിക്കേഷൻ കിട്ടിയത്, 70,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി.
കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസ് എത്രയാണ്? 1 lakh ഷെയർസാണ് ഇഷ്യൂ ചെയ്തത് അല്ലേ? 1 lakh ഷെയർസിൽ 70,000 ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കി 30,000 ആര് ഏറ്റെടുക്കേണ്ടതാണ്? ഈ 30,000 അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുക്കേണ്ടതാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ആ 30,000 തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടോട്ടൽ ലയബിലിറ്റി ആയിട്ട് നെറ്റ് ലയബിലിറ്റിയുടെ ടോട്ടലായിട്ട് നമുക്കിവിടെ കിട്ടുന്നത് 30,000. ഇവിടെ എല്ലാ കേസിലും അങ്ങനെ തന്നെ വരും. ആ 30,000 എങ്ങനെ അവർ വീതിച്ചെടുക്കുന്നു എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഓരോ കേസ് അനുസരിച്ച് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ളത്. ഓൾറെഡി കമ്മീഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും അതിലോട്ട് വരുന്നില്ല. ഇല്ലുസ്ട്രേഷൻ 6 വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ 2 കേസുണ്ട്. 2 കേസിൽ ഡൗട്ട് വരാതിരുന്നാൽ മാത്രം മതി. ഫേം അണ്ടർറൈറ്റിംഗ് മാഡ് ആപ്ലിക്കേഷൻ്റെ ഫോമായിട്ടെന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്ന് മാഡ് ആപ്ലിക്കേഷനും അൺമാഡ് ആപ്ലിക്കേഷനും ഫേം അണ്ടർറൈറ്റിങ്ങും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് പോകുന്ന ഒരു കേസാണ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഫേം അണ്ടർറൈറ്റിംഗ് തിരിച്ച് ആഡ് ചെയ്യുന്ന ഒരു കേസാണ് ഫസ്റ്റ് കേസ്. നോർമലി നമ്മൾ ചെയ്യുന്നതെല്ലാം ആ കേസാണ്. ഇനി പ്രത്യേകം പറയണം, അൺമാഡ് ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് കരുതിക്കൊള്ളാൻ പറഞ്ഞാൽ അതിനെ ബി എന്നുള്ള ഒരു കേസിൽ നമ്മളിവിടെ എന്താണെന്ന് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നമ്മൾ അൺമാഡ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് കേസിൽ എത്രയാണോ നോർമൽ കേസിൽ എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ അൺമാഡ് ആപ്ലിക്കേഷനും കൂടി അൺമാഡ് ആപ്ലിക്കേഷൻ്റെ കൂടെ ഫേം അണ്ടർറൈറ്റിംഗ് ആയിട്ട് വരുന്ന ടോട്ടലൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് പിന്നെയും എന്ത് ചെയ്യാൻ നിൽക്കേണ്ട, ഫേം അണ്ടർറൈറ്റിംഗ് ആ മുകളിലത്തെ ഏതെങ്കിലും ഒരു പാർട്ടിൽ മൈനസ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. ഏറ്റവും ലാസ്റ്റ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാൻ നിന്നാൽ മതി. കാരണം എന്താണ്, ആ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ 7,000 എവിടെ വന്നു? ഈ പറയുന്ന അൺമാഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് വന്നു. മുകളിൽ പറയുന്ന അൺമാഡ് ആപ്ലിക്കേഷൻ എത്രയാണോ അതിൻ്റെ കൂടെ ഇവിടെ എന്താ ചെയ്തത്? ഫേം അണ്ടർറൈറ്റിംഗ് ഓൾറെഡി വന്നതുകൊണ്ട് പിന്നെയും എടുത്ത് ഫേം അണ്ടർറൈറ്റിംഗ് കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫേം അണ്ടർറൈറ്റിംഗ് ഉൾപ്പെടെയാണ് ഈ ഒരൊറ്റ പോയിന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരെ ഫേം അണ്ടർറൈറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കുറയ്ക്കാൻ നിൽക്കേണ്ട. എന്നാൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് എല്ലാം സെയിം ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, തിരിച്ച് ഫേം അണ്ടർറൈറ്റിംഗ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നെറ്റ് ലയബിലിറ്റി കാണുന്നതിന് മുന്നേ ആയിട്ട് അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുകയും വേണം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കമ്മീഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മറക്കരുത്, ഇഷ്യൂ പ്രൈസിനാണ് നമുക്കിവിടെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ടിന് ലോ പെർമിറ്റ് ചെയ്യുന്ന മാക്സിമം കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞാൽ 2.5% എടുക്കാനായിട്ടും മറക്കരുത്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇല്ലുസ്ട്രേഷൻ 6 എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.